ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ചിന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ പൊണ്ണു ബാബിയുടെ ബർത്ത്ഡേ ആയിട്ടോ. അപ്പോൾ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാർജയിലുള്ള കോഫക്കാനിലാണ് പോണേ. അപ്പോൾ ഏട്ടൻ്റെ അച്ഛനും അമ്മയും ആണെങ്കിൽ ദുബായിക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അളിയൻ്റെ അച്ഛനമ്മയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഒരുങ്ങിയിട്ട് പോവാണ്. ഞങ്ങൾ റെസ്റ്റ് ഏരിയയിൽ കണ്ടുമുട്ടാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നു. അതുപോലെ തന്നെ അവരും അവിടെ നിന്നിട്ട് മീറ്റ് ചെയ്യും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകേണ്ടവേ ഭയങ്കര വൈബ് അടിച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു പോകണ്ടായിരുന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫൊണ്ണൂൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും സ്പെഷ്യൽ ആണല്ലോ. ഫസ്റ്റ് ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ റിസോർട്ടിൽ എല്ലാവരും കൂടിയിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ അതിലുപരി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ട്രാവൽ ചെയ്യാനും അതുപോലെ തന്നെ ഈ ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ വഴിക്ക് പോയോണ്ടിരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ മോസ്കൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്തു. പിന്നെ ഞാൻ പോകുന്ന സമയത്ത് ഞാനൊരു അടിപൊളി സംഭവം കണ്ടു കേട്ടോ. ഒരു വ്യൂ പോലെ ഈ പ്ലെയിൻ പോണത് ഇങ്ങനെ കണ്ടു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി കാട്ടിത്തരാമെന്ന് കേട്ടോ. പിന്നെ നമ്മൾ ടണലൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ കുതിരാനിൽ പോകണേ അത്രയ്ക്ക് നല്ലതൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. കമ്പയർ ടു കുതിരാൻ ഇത് അത്ര പോരാക്കി തോന്നിയേ. പിന്നെ ഞങ്ങൾ റെസ്റ്റ് ഏരിയയിൽ പോയപ്പോഴാണ് ഞങ്ങൾ കുറേ ഫ്രൂട്ട്സ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ടോയ്സും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഞാനാണെങ്കിൽ എപ്പോൾ ടോയ്സ് കണ്ടാലും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ടോയ്സും എൻ്റെ വീക്ക്നെസ് ആട്ടോ. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓറഞ്ചാണ്. പിന്നെ അതുപോലെ തന്നെ സ്ട്രോബെറി, പിന്നെ ടോയ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പഴുത്ത മാങ്ങ കഴിച്ചു നോക്കി. അപ്പോൾ അത്ര മധുരം ഉണ്ടായിരുന്നില്ല. പക്ഷെ കുട്ടി ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയ ഓറഞ്ച് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു, നല്ല സ്വീറ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ കോണൊക്കെ കഴിച്ചു. ഗ്രിൽഡ് ആയിട്ടുള്ള കോൺ കഴിച്ചു, അതുപോലെ തന്നെ ബോയിൽഡ് ആയിട്ടുള്ള കോൺ കഴിച്ചു. ഗ്രിൽഡ് കോണുമ്പോൾ കുറച്ച് കുറച്ച് ചെറുനാരങ്ങനീരും ഉപ്പൊക്കെ ചേർത്തിട്ട് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു അത് ഗ്രില്ല് ചെയ്തപ്പോൾ. പിന്നെ അതുപോലെ തന്നെ ബോയിൽഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് അത് കഴിക്കണം പറഞ്ഞിട്ട് മേടിച്ചതായിരുന്നു. പിന്നെ ഞാൻ ഓറഞ്ച് കേട്ടോ, കുട്ടി ഓറഞ്ച് മേടിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി ഓറഞ്ച്. ഞാൻ ഇത്രയും ചെറിയ ഓറഞ്ച് ഞാൻ ഇവിടെ മാത്രമായിട്ട് കണ്ടിട്ടില്ല. ഇത്രയും നാളായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത്രയും കുട്ടിയായിരുന്നു പറഞ്ഞാൽ ഭയങ്കര ക്യൂട്ടായിരുന്നു. ഫൊണ്ണൂനൊക്കെ കയ്യിൽ പിടിക്കാൻ പറ്റാവുന്ന ഓറഞ്ച് ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നല്ല മധുരം പറഞ്ഞാൽ നല്ല സ്വീറ്റ് ആയിരുന്നു. അതാണ് അതിന് സ്പെഷ്യാലിറ്റി. അപ്പം ഞാനാണെങ്കിൽ കുറേ ഓറഞ്ച് ഞാൻ എടുത്തു. അതുപോലെ തന്നെ ഞങ്ങൾ കഴിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ചെസ്റ്റ്നട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുവരെയായിട്ട് ചെസ്റ്റ്നട്ട് കണ്ടിട്ടുണ്ടെങ്കിലും കഴിച്ചു നോക്കിയിട്ടില്ല. അപ്പൊ ചെസ്റ്റ്നട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് ഫൊണ്ണൂന് കുറച്ച് ടോയ്സും കാര്യങ്ങളും കുറച്ച് ഫ്രൂട്ട്സ്, അതായത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മാതള നാരങ്ങ സംഭവങ്ങളും അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ചെസ്റ്റ്നട്ട് അവർ ഗ്രിൽ ചെയ്യണതാണ്. ഞങ്ങൾ ബോയിൽ ചെയ്തിട്ടുണ്ട്, പിന്നെ ഗ്രിൽ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എന്താ ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചക്കക്കുരു തിന്നണ പോലെയാണ്. ഞാനാണെങ്കിൽ അവിടെ ഓറഞ്ച് പറക്കലും വീത്തിടലും എടുക്കലാണ് പണി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രിപ്പ് ഓറഞ്ച് എടുക്കണ കഴിഞ്ഞിട്ട് അമ്മ എടുത്തു കേട്ടോ. കാരണം അത്രയ്ക്ക് സ്വീറ്റ് ആയിരുന്നു. അല്ലെങ്കിൽ വെറുതെ ആരെങ്കിലും കുറേ ഓറഞ്ച് വെറുതെ ആവശ്യമില്ലാണ്ട് പോയി മേടിക്കോ. ശരിക്കും നമ്മുടെ ചെസ്റ്റ്നട്ടിന്റെ ടേസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കക്കുരുവിന്റെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചക്കക്കുരു പിന്നെയും ഭേദം പറയാൻ മാത്രമല്ല, അച്ഛനായിരുന്നു നിർബന്ധം ചെസ്റ്റ്നട്ട് കഴിക്കണം പറഞ്ഞിട്ട്. കഴിച്ചു നോക്കിയപ്പോഴാണെങ്കിൽ വലിയ ടേസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാട്ടോ ഗ്രില്ല് ചെയ്തിട്ട് ഇത് ഇങ്ങനെയാണ് കിട്ടുക. ഇങ്ങനെ നല്ല ഗ്രില്ല് ചെയ്തിട്ട് ഇങ്ങനെ കഴിച്ചപ്പോൾ തനി ചക്കക്കുരു അല്ലാണ്ട് പിന്നെ എന്താ പറയുക, എനിക്ക് ആ ഒരു ടേസ്റ്റ് തോന്നി. ഞാൻ പക്ഷേ വലിയ ഇതൊന്നുമില്ല, എക്സ്പ്രഷനൊന്നുമില്ല, കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു. സാധാരണ ഞാൻ എന്ത് ഫുഡ് വീഡിയോ കഴിച്ചാലും അടിപൊളിയാന്ന് പറഞ്ഞിട്ട് ഞാൻ സിൻസിയറായിട്ട് കാട്ടാറുണ്ട്. ഇപ്രാവശ്യം കാട്ടാനൊന്നുമില്ല കേട്ടോ. പിന്നെ കോർഫക്കാലിൽ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയി. ഈ റെസ്റ്റോറൻറ്റ് ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ആട്ടോ. നമ്മൾ യൂഷ്വലി റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ നമ്മൾ ഇരുന്നിട്ടൊക്കെയാണ്, എല്ലായിടത്തും ഇരുന്നിട്ട് തന്നെയാണ് കഴിക്കുക. ഇത് നമ്മൾ താഴ്ത്തിരുന്നിട്ടാട്ടോ കഴിച്ചത്. നിലത്ത് എല്ലാവരും കൂടിയിട്ട് ഇരുന്നിട്ടാണ് കഴിച്ചത്. അപ്പോൾ അച്ഛന്മാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇരിക്കാനും കാര്യങ്ങളൊക്കെ, കാല് നീട്ടി വെക്കാനാണെങ്കിലും അങ്ങനെ ഉള്ള രീതിയിലൊക്കെ കുറച്ച് ഇതാണെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഒരു പ്ലേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണെങ്കിൽ അതുപോലെ തന്നെ മട്ടൻ കബാബ്, പിന്നെ ചിക്കൻ്റെ ഐറ്റം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഐറ്റംസ് ആയിട്ട് സൂപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പ് നല്ല ഇഷ്ടമായി. ഞാൻ ഏട്ടൻ്റെ സൂപ്പും കൂടി ഞാനും കൂടി കഴിച്ചു കേട്ടോ എടുത്തിട്ട്.
പിന്നെ അതേ ഇതുണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ പ്ലാറ്റർ കേട്ടോ. അപ്പോൾ അതിലാണെങ്കിൽ ഈ കബാബും കാര്യങ്ങളും എല്ലാതും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അത് ഫുഡ് കഴിച്ച് കാലൊക്കെ നീട്ടി വെച്ച എന്നാലും അവരെല്ലാവരും കൂടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഡെസ്റ്റിനേഷൻ എത്താൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു 10 to 15 മിനിറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 10 to 15 മിനിറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ അമ്മ നല്ല സുലൈമാനിയൊക്കെ കുടിച്ചു. അപ്പോൾ അവിടുത്തെ ചേട്ടനാണെങ്കിൽ ഫൊണ്ണുബാബിക്കാണെങ്കിൽ ഫൊണ്ണുബാബി അവിടെ കളിയും ചിരിയൊക്കെ കണ്ടപ്പോൾ ഫൊണ്ണുബാബിക്കാണെങ്കിൽ ഒരു ടോയ് എടുത്തു കൊടുത്തുട്ടോ, ഒരു കുട്ടിക്കാറ് ഇതാട്ടോ ആ കുട്ടിക്കാറ്. അപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിട്ട് നല്ല ക്യൂട്ടായിരുന്നു ആ കാറ്. അപ്പോൾ അവൻ അതൊക്കെ കൊടുത്തു. അപ്പോൾ അവൻ അത് പിടിച്ച് കളിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടുന്ന് ഒരു 10 to 15 മിനിറ്റ്സ് ഒരു ഡ്രൈവ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടോ. ഓടിയിട്ടില്ല, എത്താറായി. അപ്പോൾ പോകുന്ന സമയത്താണ് ഞങ്ങളിങ്ങനെ വാട്ടർഫോൾ പോലെയൊക്കെ കണ്ടു കേട്ടോ. ഇത് ഹ്യൂമൺ മെയ്ഡ് ആയിട്ടുള്ള വാട്ടർഫോളാണ്. കാരണം ഇവിടെ ഒന്നും വാട്ടർഫോളും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ യാതൊരുവിധ ചാൻസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഓഷ്യാനിക് എന്ന് പറഞ്ഞിട്ടുള്ള ഓഷ്യാനിക് കോർഫക്കാൻ റിസോർട്ട് ആൻഡ് സ്പാ ഇപ്പോഴാണ് ഞാൻ വായിച്ചു വെക്കണേ. അപ്പോൾ അവിടേക്കാട്ടോ ഞങ്ങൾ പോയേ. അപ്പോൾ ഇതാണെങ്കിൽ ഒരു ഡെമോ മോഡൽ പോലെ അവിടെ ഫുള്ളായിട്ടുള്ള ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടും അതുപോലെ തന്നെ പൂളും ബീച്ചും കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ഒരു മിനിയേച്ചറായിട്ടുള്ളൊരു ഫോമിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സൂപ്പർ ക്യൂട്ടായിട്ട് തോന്നിട്ടോ. അപ്പോൾ തന്നെ ഞാൻ വേഗം പോയിട്ട് വീഡിയോ എടുത്തു. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മളുടെ ക്രിസ്മസ് ഒക്കെ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 2 ഡേയ്സിനുള്ളിൽ January 4th ആയിരുന്നല്ലോ അവൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അന്ന് പോയപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ റൂമാണെങ്കിൽ അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. നേരെ നോക്കിക്കഴിഞ്ഞാൽ പൂളും അപ്പുറത്ത് ബീച്ച് സൈഡും ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ വ്യൂ തന്നെ കണ്ടിരിക്കാൻ തന്നെ നല്ലൊരു രസമാട്ടോ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ കളിക്കലും അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ അധികം ഇട്ടിട്ടില്ല. കാരണം ഞങ്ങൾ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തപ്പോൾ പൂളിൽ ഇറങ്ങാനൊക്കെ കുറച്ച് വൈകിപ്പോയി. ഇത് ഞങ്ങൾക്ക് അക്കച്ചി ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഫൊണ്ണുബാബിക്ക് അക്കച്ചിയും അളിയനും ആദ്യം കൂടിയിട്ട് ഗിഫ്റ്റ് കൊടുത്തതാണ്. ഇതാണ് അവൻ്റെ ബർത്ത്ഡേ കേക്ക്. അപ്പം പിക്സൊക്കെ ഞാൻ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഈ ഗൗണൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ മേക്കപ്പ് വീഡിയോ ഞാൻ ഫുൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവർ കാണാൻ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് ഏട്ടൻ്റെ അളിയൻ, ഇതാണ് ആ ഗ്രീൻ ഷർട്ടുള്ളത് അളിയൻ്റെ അച്ഛനാണ്, റെഡ്. പിന്നെ ഇത് അക്കച്ചി, പിന്നെ ഞാൻ ഏട്ടനും ഫൊണ്ണുബാബി, പിന്നെ ഏട്ടൻ്റെ അച്ഛനമ്മേനും ഇത് ആദ്യം കേട്ടോ. ഏട്ടൻ്റെ അച്ഛനമ്മേനും ഇപ്പോൾ കാട്ടിത്തരാം കേട്ടോ ഞാൻ. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസും ഫോട്ടോ സെക്ഷനും കാര്യങ്ങളും അത് എൻ്റെ അച്ഛനാട്ടോ ആ ബ്ലൂ ഷർട്ട് ഇട്ടുള്ളത്. ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു. അപ്പോൾ അങ്ങനെ കേട്ടോ. ഇത് ഏട്ടൻ്റെ അമ്മേനാണ് ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ട് കണ്ടേ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. ഇങ്ങനെയായിരുന്നു. ഞാൻ ഇതിൻ്റെ മേക്കപ്പ് വീഡിയോ ഞാൻ ഫുള്ളായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണുന്നവർ കണ്ടു നോക്കുക. അപ്പോൾ ഇതാണ് പൂളിൻ്റെ വ്യൂ. പൂള് ഞങ്ങൾ മേലെ നിന്നപ്പോൾ പൂൾ എടുത്താട്ടോ. ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് എടുത്തേ ഉള്ളൂ. അപ്പോൾ റൂമിലാണെങ്കിൽ ഞാനും മമ്മിയും ഫൊണ്ണുബാബിയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഫൊണ്ണുബാബി ആണെങ്കിൽ അവൻ്റെ വക വേഷം കെട്ടും കാര്യങ്ങളും കൊട്ടും മേളവും ഒക്കെ ആയിരുന്നു. നൈറ്റിൽ പൂളിൻ്റെ വ്യൂ ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ അടിയിൽ നിൽക്കുന്ന അമ്മ കേട്ടോ. അമ്മ അവിടെ എന്തോ നോക്കി നിൽക്കണം, ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അക്കച്ചും അളിയനും അവരെല്ലാവരും ബാക്ക് സൈഡിൽ ഇരിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാവരും ഈ സൈഡിലാട്ടോ ഇരിക്കണേ. അപ്പോൾ ഏട്ടനും ഞങ്ങളും എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഫുഡും എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രോബെറി യോഗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ മേലെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടോ അങ്ങനെ കഴിക്കണേ. ഞാൻ യൂഷ്വലി അതൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ കഴിച്ചത്. ഇതാണ് ആ സംഭവം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഓരോ വെറൈറ്റി സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യായിരുന്നു. പിന്നെ ലൈവായിട്ട് നമുക്ക് ബുൾസൈയോ അതുപോലെ തന്നെ ഓംലേറ്റ് എന്താ വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ലൈവായിട്ട് ഉണ്ടാക്കി തരും. അപ്പോൾ ഏട്ടനാണെങ്കിൽ ഒരു പ്ലെയിൻ ഓംലേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓംലേറ്റൊക്കെ വന്നു. അപ്പോൾ ഇതാട്ടോ പ്ലെയിൻ ആയിട്ടുള്ള ഓംലേറ്റ്. പിന്നെ ഇത് ഞങ്ങൾ ബീച്ചിലൊക്കെ പോയിട്ട് ഞങ്ങളുടെ വീഡിയോസും കാര്യങ്ങളും ഇതിപ്പോൾ അധികം ബീച്ചിലുള്ള എടുക്കാൻ മറന്നുപോയി. കാരണം അവിടെ ബീച്ച് കണ്ടപ്പോഴാണെങ്കിൽ ആവശ്യം മൂത്തിട്ട് വെള്ളത്തിൽ കളിയും ചാടലും മറിയലും നീന്തൽ പഠിക്കലൊക്കെ ആയിരുന്നു എൻ്റെ പണി കേട്ടോ. അവിടെ ഭയങ്കര നീന്തൽക്കാരിയൊക്കെ ആയിട്ടായിരുന്നു നടക്കണ്ടായിരുന്നത്. പിന്നെ ടാൻ അടിച്ചത്
ടാൻ അടിച്ചു പറഞ്ഞാൽ ഭയങ്കര നല്ല രീതിയിൽ ടാൻ അടിച്ചിട്ടുണ്ട്. പിന്നെ അത് മാറാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് തന്നെ മുഖത്ത് ടാൻ അടിച്ചിട്ട് ഇപ്പോൾ ഞാൻ അതിൻ്റെ ഇതും ടാൻ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണുന്നവർ കണ്ടു നോക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾ വേറൊരു വ്യൂ പോയിന്റിന്റെ സ്ഥലത്തേക്കാണ് പോയേക്കണേ. അപ്പോൾ അവിടെ പോയപ്പോഴാണെങ്കിൽ അടിപൊളി വ്യൂ ആട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ വ്യൂ. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഏട്ടനാണെങ്കിൽ പറയണ്ടായിരുന്നു ആ കപ്പലിലുള്ളത് ഏട്ടൻ്റെ കൂട്ടുകാരനാണ് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിലെൻ്റെ കൂട്ടുകാരി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ തഗ്ഗൊക്കെ അടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതേ എല്ലാവരും കൂടിയിട്ട് ഇതേ ആ വയലറ്റ്. അപ്പോൾ റൈറ്റ് സൈഡിലുള്ളത് ബ്ലൂ കളറും യെല്ലോ കളറും സാരിയിട്ടുള്ളത് എൻ്റെ അച്ഛനും അമ്മയാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഞാനും ഏട്ടനും, പിന്നെ ഉള്ളത് ഏട്ടൻ്റെ അച്ഛനും അമ്മയും, പിന്നെ അളിയൻ്റെ അച്ഛനും അമ്മയും അക്കച്ചും അളിയനും കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാവരും കൂടിയിട്ടുള്ള പിക്കാണ്. ഇത് ഞങ്ങൾ അവിടെ റെസ്റ്റ് ഏരിയയിൽ വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് മീറ്റപ്പ് ചെയ്തപ്പോൾ പിക്ക് എടുത്തതാട്ടോ. അപ്പോൾ നമ്മുടെ ഫൊണ്ണു ഭാവിയും വോയിസ് കൊടുക്കുന്ന സമയത്ത് ഓടിപ്പാഞ്ഞ് പടഞ്ഞ് വന്നിട്ടുണ്ട് അമ്മ എന്തിട്ടാ ചെയ്യണേന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ഫാമിലി പിക്ക് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ജസ്റ്റ് കണ്ടു. പിന്നെ വസന്ത ഭവനിൽ പ്യുവർ വെജിറ്റേറിയനിൽ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. അപ്പോഴാണെങ്കിൽ ഞാനാണെങ്കിൽ പൊറോട്ടയും ഗോപി മഞ്ചൂരിയും കഴിച്ചത്. അപ്പോൾ അമ്മയാണെങ്കിൽ ബട്ടൂരും ചന മസാല, ഏട്ടൻ മസാല ദോശയൊക്കെയാണ് കഴിച്ചത്, അച്ഛൻ ഊണൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴാണെങ്കിൽ നമ്മൾ ലൂസി ബാബി ആണെങ്കിൽ അവിടെ നിന്ന് ഞാൻ വിചാരിച്ചു ഓടിപ്പാഞ്ഞ് പടഞ്ഞു വരുമെന്ന്. പക്ഷെ ലൂസി ബാബി വഴക്കൂടിയിരിക്കായിരുന്നു, ഞങ്ങളോട് പിണങ്ങിയിരിക്കായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ